ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മൊഡ്യൂൾ 5 വാട്ടർ ടെക്നോളജിയിലെ വാട്ടർ സോഫ്റ്റനിങ് മെത്തേഡ്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞിരുന്നു ഹാർഡ് വാട്ടറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പെർമനൻറ്റ് ഹാർഡ്നെസ്സും ഹാർഡ്നെസ്സിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പെർമനൻറ്റ് ഹാർഡ്നെസ് ആൻഡ് ടെമ്പററി ഹാർഡ്നെസ് റിമൂവ്ഡ് ബൈ ബോയിലിംഗ് അല്ലേ. അതേസമയം പെർമനൻറ്റ് ഹാർഡ്നെസ് ആണെങ്കിൽ ബൈ അയൺ എക്സ്ചേഞ്ച് മെത്തേഡ് സിയോലൈറ്റ് പ്രോസസ്സ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ അയൺ എക്സ്ചേഞ്ച് മെത്തേഡാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അത് ക്വസ്റ്റ്യൻ പോലെയാണ് നമ്മളിന്ന് എഴുതിയേക്കുന്നത്, അത്രേ ഉള്ളൂ. ഓക്കെ, വാട്ട് ഈസ് ഡീമിനറലൈസേഷൻ ഓഫ് ഹാർഡ് വാട്ടർ? നെയിം ദ കെമിക്കൽസ് യൂസ്ഡ് ടു ജനറേറ്റ് ദ എക്സ്കോസ്റ്റഡ് കാറ്റോൺ ആൻഡ് ആനോൺ അല്ലേ. കാറ്റോൺ ആൻഡ് ആനോൺ എക്സ്ചേഞ്ചേഴ്സ്. ഇതിൻ്റെ അകത്ത് ഇത്രയേ ഉള്ളൂ. അതായത് വാട്ട് ഈസ് ഡീമിനറലൈസേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പോളിമർ റെസിൻ, അതായത് ഈ ഡീമിനറലൈസേഷൻ പ്രോസസ്സിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പോളിമർ റെസിനാണ്. അതായത് ഈ പോളിമർ റെസിന് എന്ന് പറയുന്നത് സ്റ്റൈറിൻ ഡൈവിനൈൽ ബെൻസീൻ എന്ന് പറയുന്ന പോളിമർ റെസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്റ്റൈറിൻ ഡൈവിനൈൽ ബെൻസീൻ എന്ന് പറയുന്ന പോളിമർ റെസിനാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. ഈ സ്റ്റൈറിൻ ഡൈവിനൈൽ ബെൻസീൻ എന്ന് പറയുന്ന പോളിമർ യൂസ് ചെയ്യാൻ കാരണം വിച്ച് ഈസ് ഇൻസോലുബിൾ, ക്രോസ് ലിങ്ക്ഡ്, ഹൈ മോളിക്കുലാർ വെയ്റ്റ്. പിന്നെ ഈ ഓർഗാനിക് പോളിമേഴ്സ് എന്ന് പറയുന്നത് ഹാവിങ് പോറസ് സ്ട്രക്ചർ, അതായത് ഹോളുകളുണ്ടാവും വിത്ത് എക്സ്ചേഞ്ചബിൾ അയോൺസിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ പാകത്തിനുള്ള ഹോളുകൾ ഇതിൻ്റെ അകത്തുണ്ട്. അതുപോലെ തന്നെ ഇത് റെസിൻ കണ്ടെയ്ൻ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഈ റെസിൻ എന്തുണ്ട്? ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ദ അയൺ എക്സ്ചേഞ്ച് പ്രോപ്പർട്ടീസ്. ആ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്തിനു ഉതകുന്നതായിരിക്കും? അയൺ എക്സ്ചേഞ്ച് പ്രോപ്പർട്ടിക്ക് ഉതകുന്ന രീതിയിലുള്ളതായിരിക്കും ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡി അയണൈസേഷൻ ഓർ ഡീമിനറലൈസേഷൻ. ഇത് എപ്പോഴും നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. ഡി അയണൈസേഷൻ ചോദിക്കാം, ഡീമിനറലൈസേഷൻ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അയൺ എക്സ്ചേഞ്ച് മെത്തേഡ്, വാട്ടർ സോഫ്റ്റനിങ് മെത്തേഡ് ഏതാണ്? പോളിമർ റെസിൻ അയൺ എക്സ്ചേഞ്ച് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ പോളിമർ റെസിൻ അയൺ എക്സ്ചേഞ്ച് മെത്തേഡിനകത്ത് യൂസ് ചെയ്യുന്ന പോളിമർ എന്ന് പറയുന്നത് സ്റ്റൈറിൻ ഡൈവിനൈൽ ബെൻസീൻ. ഇത് ഞാൻ ഇവിടെ എഴുതിയിട്ടേ ഉള്ളൂ, ഇതിനകത്ത് PPTക്കകത്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല, ഓർത്തോളം. സ്റ്റൈറിൻ ഡൈവിനൈൽ ബെൻസീൻ. ഓക്കെ, ഇനി ഈ സ്റ്റൈറിൻ ഡൈവിനൈൽ ബെൻസിനകത്ത് അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നെയിം ദ കെമിക്കൽസ് യൂസ്ഡ് ടു ജനറേറ്റ് എക്സോസ്റ്റഡ് കാറ്റോൺ ആൻഡ് ആനോൺ. അതായത് കാറ്റോണും ആനോണിൻ്റെയും കോൺസെൻട്രേഷൻ ഒരുപോലെ ആകാനായിട്ട് നമ്മൾ ഏത് കെമിക്കൽസാണ്? ഒരെണ്ണത്തിൻ്റെ അത് കാറ്റോണിൻ്റെ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന H+ അല്ലേ, അതിൻ്റെ H+ൻ്റെ കോൺസെൻട്രേഷൻ ഒരുപോലെ ആകാൻ ഡൈലൂട്ടഡ് HCl-ഉം പിന്നെ ആനോൺ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ അത് OH- വരുന്നത്. അതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത് NaOH ആയിരിക്കും. NaOH ആഡ് ചെയ്യുമ്പോൾ OH നമുക്ക് അവിടെ നിന്ന് കിട്ടും. HCl ആഡ് ചെയ്യുമ്പോൾ HCl ആഡ് ചെയ്യുമ്പോൾ H+ കിട്ടും. അപ്പം HCl-ഉം NaOH-ഉമാണ് നമ്മൾ സാധാരണ ഇതിനകത്ത് ഡീജനറേറ്റ് ചെയ്യുക, അതായത് കോൺസെൻട്രേഷൻ ഒരുപോലെ ആകാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. റീജനറേറ്റ് കേട്ടോ. ഇനി ഹൗ ആർ അയൺ എക്സ്ചേഞ്ച് റെസിൻസ് യൂസ്ഫുൾ ഇൻ റിമൂവിങ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ? അപ്പോൾ അതായത് നമ്മളോട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അയൺ എക്സ്ചേഞ്ച് മെത്തേഡ്സ് യൂസ്ഫുൾ ഇൻ റിമൂവിങ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ, അതപ്പോൾ അതിൻ്റെ എന്താണ് അതിൻ്റെ റിയാക്ഷൻസ് അങ്ങ് എഴുതി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ റിയാക്ഷൻസിനകത്ത് നമ്മൾ 2 പ്രോസസ്സാണ് ഇതിനകത്ത് വരുന്നത്. വാട്ടർ സോഫ്റ്റനിങ് മെത്തേഡിനകത്ത് നമ്മളോട് വാട്ടർ സോഫ്റ്റനിങ് മെത്തേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ സോഫ്റ്റനിങ് മെത്തേഡിനകത്ത് നമ്മൾ പോളിമർ റെസിൻ ആണ് യൂസ് ചെയ്യുന്നത്. ആ പോളിമർ റെസിൻ എന്ന് പറയുന്ന സ്റ്റൈറിൻ ഡൈവിനൈൽ ബെൻസീനാണ്. അത് യൂസ് ചെയ്യാൻ കാരണം ഇൻസോലുബിൾ ആണ്, ക്രോസ് ലിങ്ക്ഡ് ആണ്, ഹൈ മോളിക്കുലാർ വെയിറ്റ് ആണ്. പിന്നെ അതുപോലെ അതിൽ എന്തുണ്ടാകും? പോറസ് ഉണ്ടാകും അല്ലേ. അതുപോലെ അയൺ എക്സ്ചേഞ്ചിന് പ്രോപ്പർട്ടിക്ക് ഉതകുന്ന രീതിയിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പും ഉണ്ട്. അതുപോലെ ഈ പ്രോസസ്സിനെ പറയുന്ന പേര് ഡി അയണൈസേഷൻ അല്ലെങ്കിൽ ഡീമിനറലൈസേഷൻ ആണ് എന്ന് പറയുന്നു അല്ലേ. അതിനകത്ത് ഇതിൻ്റെ അകത്ത് അതായത് 2 പ്രോസസ്സ്. ആ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒന്ന് കാറ്റോൺ എക്സ്ചേഞ്ചും ഒരെണ്ണം ആനോൺ എക്സ്ചേഞ്ചുമാണ്. അപ്പോൾ കാറ്റോൺ എക്സ്ചേഞ്ചും ആനോൺ എക്സ്ചേഞ്ചിനകത്തും രണ്ടിനകത്തും ഈ 2 റിയാക്ഷൻ വെച്ചുണ്ട്. ആ റിയാക്ഷനും പഠിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ താഴെയുള്ള ഒരു റിയാക്ഷനും കൂടി ഉണ്ട്. അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് വാട്ടർ ഉണ്ടാകുന്ന ഫോം, ആ റിയാക്ഷനും കൂടെ പഠിക്കണം. അപ്പോൾ പ്രോസസ്സിനകത്ത് ഫസ്റ്റ് 2 കോളമാണ് നമുക്ക് ഇതിനകത്തുള്ളത്. 2 കോളം എന്ന് പറയുന്നത് ഒരു കോളത്തിൻ്റെ അകത്ത് 2 ടാങ്ക് കേട്ടോ, 2 ടാങ്ക്. ഈ 2 ടാങ്കിനകത്ത് ഈ ഒരു ടാങ്കിനകത്ത് വെച്ചിരിക്കുന്നത് കാറ്റോൺ എക്സ്ചേഞ്ച് റെസിനും, അതായത് ഒരു പോളിമറും,
ഈ കോളത്തിൽ വെച്ചിരിക്കുന്നത് ആനയോൺ എക്സ്ചേഞ്ച് പോളിമർ, അതായത് സ്റ്റൈറിൻ ഡൈവിനൈൽ ബെൻസീൻ. ഈ സ്റ്റൈറിൻ ഡൈവിനൈൽ ബെൻസീൻ എന്ന് പറയുന്നത് ആൽക്കൈൽ ഗ്രൂപ്പ്. ആ ആറയിൽ H+ കൂടെ വന്നു കഴിയുമ്പോഴാണ് അത് കാറ്റയോൺ എക്സ്ചേഞ്ച്. അതായത് ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത് RH+ ആണ്, R-H+ ആണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. ഈ കോളത്തിൽ വെച്ചിരിക്കുന്ന ഈ സ്റ്റൈറിൻ ഡൈവിനൈൽ ബെൻസീന് OH- ഉള്ള അയൺസ് വെച്ചിരിക്കുന്നതാണ് ഏത് ROH-, അതായത് ആനയോൺ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ 2 കോളംസ് ഓഫ് കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിൻ ആൻഡ് ആനയോൺ എക്സ്ചേഞ്ച് റെസിൻ. ഇതിനകത്ത് പോളിമർ ആട്ടോ വെച്ചിരിക്കുന്നത് കോളത്തിനകത്ത്, ടാങ്കിനകത്ത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഹാർഡ് വാട്ടർ അല്ലെങ്കിൽ റോ വാട്ടർ എന്ത് ചെയ്യും, ഈസ് പാസ്ഡ് ത്രൂ ദ കാറ്റയോൺ എക്സ്ചേഞ്ച് കോളം. അതുപോലെ തന്നെ നമ്മളോട് ചോദിക്കാവുന്നതാണ് എക്സാമിന്, എന്തുകൊണ്ടാണ് ആദ്യമേ നമ്മൾ കാറ്റയോൺ എക്സ്ചേഞ്ചിലോട്ട് ഈ വാട്ടറിനെ, അതായത് ഈ ആനയോൺ എക്സ്ചേഞ്ചിലോട്ട് കടത്തിവിടാതെ കാറ്റയോൺ എക്സ്ചേഞ്ചിലോട്ട് എന്തുകൊണ്ടാണ് ഈ വാട്ടറിനെ കടത്തിവിടുന്നതെന്ന്. ഇത്രയേ ഉള്ളൂ. അതായത് ഈ ആനയോൺ എക്സ്ചേഞ്ചിനകത്ത് R+OH- ആണ്. കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും സൾഫേറ്റ് ക്ലോറൈഡും ഒക്കെയാണ് ഹാർഡ്നെസ്സിന് കാരണമായിട്ടുള്ളത്. ആ വാട്ടർ എല്ലാം കൂടെ ഇതിൻ്റെ അകത്തോട്ട് കയറി വന്നു കഴിഞ്ഞാൽ OH-ആയിട്ട് കാൽസ്യം OH-ആയിട്ടും അതുപോലെ മഗ്നീഷ്യം OH-ആയിട്ടൊക്കെ കമ്പൈൻ ചെയ്ത് അതിൻ്റെ ഹൈഡ്രോക്സൈഡ് ഉണ്ടാവുക എന്ന് കഴിഞ്ഞാൽ പ്രസിപ്പിറ്റേറ്റ് ഫോമാണ്. പിന്നെ ഇങ്ങോട്ട് അതെന്ത് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് താഴത്തോട്ട് റിയാക്ഷൻസ് നടക്കാതെ വരും. ഓക്കെ, പ്രസിപ്പിറ്റേറ്റഡ് ആയിട്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആനയോൺ എക്സ്ചേഞ്ചിലോട്ട് ആദ്യം കടത്തിവിടാതെ കാറ്റയോൺ എക്സ്ചേഞ്ചിലോട്ട് റോ വാട്ടറിനെ കടത്തിവിടുന്നത്. നോക്കിയേ, ഹാർഡ് വാട്ടർ ഈസ് പാസ്ഡ് ത്രൂ ദ കാറ്റയോൺ എക്സ്ചേഞ്ച് കോളം സോ ദാറ്റ് ദ കാറ്റയോൺസ് ആർ പ്രസൻറ്റ് ഇൻ വാട്ടർ ആർ എക്സ്ചേഞ്ച്ഡ്. അപ്പോൾ ആ കാറ്റയോൺ എന്ന് പറയുന്നത് Ca2+ഉം Mg2+ഉം. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ പഠിക്കുക. അതായത് 2RH+ എന്ന് പറയുന്നത് ഏതാണ്, 2R എന്ന് പറയുന്നത് സ്റ്റൈറിൻ ഡൈവിനൈൽ ബെൻസീൻ 2 അതിൽ H+ അയോൺസും കൂടി ഉണ്ട്. അതെന്ത് ചെയ്യുന്നു, നമ്മുടെ വാട്ടർ എന്ന് പറയുന്നത് കാൽസ്യത്തിൻ്റെയും കാൽസ്യം CaSO4 MgSO4 അല്ലേ, MgCl2 അങ്ങനെയല്ലേ വരുന്നത്, MgCl2 CaCl2 ഇതൊക്കെയല്ലേ നമുക്ക് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. പെർമനൻറ്റ് ഹാർഡ്നെസ് അവിടെ റിമൂവ് ആയി പോകുന്നത്. അപ്പോൾ കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ക്ലോറൈഡ് സൾഫേറ്റ് എല്ലാം കൂടി ഉള്ള ഇതെന്ത് ചെയ്യുന്നു, വാട്ടർ ഇതുവഴി കടന്നു വരുന്നു. അതെന്ത് ചെയ്യുന്നു, ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ഈ പോളിമറല്ലേ വെച്ചിരിക്കുന്ന ആ പോളിമറിൻ്റെ അകത്തൂടെ കടന്നു പോയി കഴിയുമ്പോൾ അതിൻ്റെ അകത്തെ കാൽസ്യം Ca2+ഉമായിട്ട് ഈ പോളിമർ കമ്പൈൻ ചെയ്ത് R2Ca ഫോം ചെയ്യും. പിന്നെ അതിൻ്റെ അകത്തുനിന്ന് എന്ത് വരും, വാട്ടർ അതിൻ്റെ അകത്തുനിന്ന് പിന്നെ വരുന്ന 2H+ ആണ് ഫോം ചെയ്യുന്നത്. പിന്നെ ഈ വാട്ടർ എല്ലാം കൂടെ നേരെ എന്ത് ചെയ്യും, അതുപോലെ തന്നെ ഇതിനകത്ത് മഗ്നീഷ്യം ഉണ്ടെങ്കിൽ ആ മഗ്നീഷ്യത്തിൻ്റെയും കാൽസ്യത്തിൻ്റെയും അല്ലേ പറഞ്ഞത്, മഗ്നീഷ്യം ഉണ്ടെങ്കിൽ ആ മഗ്നീഷ്യം എന്ത് ചെയ്യും, ഡീകമ്പോസ് ചെയ്ത് അതായത് R2Mg ആകും. പിന്നെ എന്ത് ചെയ്യും, 2H+ഉം കറസ്പോണ്ടിങ് ആയിട്ടുണ്ടാവും. അത് നേരെ എന്ത് ചെയ്യും, ആ വാട്ടർ നേരെ ഇതിലോട്ട് നേരെ അങ്ങ് കോളത്തിലോട്ട് കടന്നു പോകുന്നു. ഇവിടെ നേരെ വെച്ചിരിക്കുന്നത് എന്താണ്, ആനയോൺ എക്സ്ചേഞ്ച് കോളമാണ് അല്ലേ. ആനയോൺ എക്സ്ചേഞ്ച് കോളത്തിനകത്ത് എന്താ വെച്ചിരിക്കുന്നത്, ആനയോൺ എക്സ്ചേഞ്ച് കോളം എന്ന് പറയുന്നത് സ്റ്റൈറിൻ ഡൈവിനൈൽ ബെൻസീനയിൽ OH- ഉള്ള കോമ്പൗണ്ട്, അയൺ എക്സ്ചേഞ്ചിന് ഉതകുന്ന രീതിയിലുള്ള OH- അയോണുള്ള പോളിമറാണ് വെച്ചിരിക്കുന്നത്. അതെന്ത് ചെയ്യുന്നു, ആഫ്റ്റർ ദിസ് പ്രോസസ് ദ ഹാർഡ് വാട്ടർ ഈസ് പാസ്ഡ് ത്രൂ ദ ആനയോൺ എക്സ്ചേഞ്ച് റെസിൻ, ആനയോൺ എക്സ്ചേഞ്ച് കോളം സോ ദാറ്റ് ഓൾ ദ ആനയോൺസ് ആർ പ്രസൻറ്റ് ഇൻ വാട്ടർ ആർ റിമൂവ്ഡ്. അപ്പോൾ അതിനകത്ത് വാട്ടർ ആനയോൺസ് എന്ന് പറയുന്നത് Cl-ഉം SO4 ഒക്കെ അല്ലേ. ഈ R+OH- എന്ത് ചെയ്യും, Cl-ഉമായിട്ട് കമ്പൈൻ ചെയ്ത് RCl-ഉം OH- ബാക്കി വരും. ROH SO4 2- ആയിട്ട് SO4 ഉണ്ടല്ലോ, ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ എഴുതിയേക്കുന്നത്. RSO4ഉം 2OH- ഫോം ചെയ്യും. ഇനി ഇതിൻ്റെ നമുക്ക് രണ്ടിൻ്റെയും ആദ്യത്തെ ഇക്വേഷനകത്ത് നമുക്ക് അവിടെ ഉണ്ടായത് H+ ആണ്, രണ്ടാമത്തെ ഇക്വേഷനകത്ത് ഉണ്ടായത് OH- ആണ്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് എന്ത് ഫോം ചെയ്യും, വാട്ടർ ഫോം ചെയ്യും. ഓക്കെ, നോക്കിയേ, H+ അയോൺസ് ആൻഡ് OH- അയോൺസ് ആർ ലിബറേറ്റഡ് ഫ്രം ദ കാറ്റയോൺ എക്സ്ചേഞ്ച് ആൻഡ് ആനയോൺ എക്സ്ചേഞ്ച് റെസ്പെക്റ്റീവ്ലി വിച്ച് കമ്പൈൻസ് ടു ഫോം വാട്ടർ മോളിക്യൂൾ. H++ OH- ഗീവ്സ് H2O. ഓക്കെ, ഇക്വേഷൻ ഏതൊക്കെയാണ്, ഇത് പഠിക്കണം. അതിന് മുമ്പുള്ള 2 ഇക്വേഷനും പഠിക്കണം. ഓക്കെ, ഈ ഇക്വേഷനും പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. പടം വരയ്ക്കാൻ പറ്റുന്നവർ പടം വരച്ചുകൂടെ എഴുതുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ HCl, അതായത് കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിൻ, ആനയോൺ എക്സ്ചേഞ്ച് റെസിൻ എന്നല്ലേ പറഞ്ഞത്. ഇതാണ് കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിൻ പോളിമർ വെച്ചിരിക്കുന്നത്. ഇത് ആനയോൺ എക്സ്ചേഞ്ച് റെസിൻ. നമ്മുടെ റോ വാട്ടർ എന്ന് പറയുന്നത് കാൽസ്യം സൾഫേറ്റ്
കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും സൾഫേറ്റ് ക്ലോറൈഡ്സ് ഒക്കെ ഉള്ള വാട്ടറാണ് ഇതിൻ്റെ കടന്നു പോകുന്നത്. കടന്നു പോകുമ്പോൾ കാറ്റോൺ എക്സ്ചേഞ്ചിൽ കൂടെ കടന്നു പോയി കഴിയുമ്പോൾ അവിടെ R2CA ഫോം ചെയ്തിട്ട് ഇവിടെ H+ അയോൺസ് ലിബറേറ്റ് ചെയ്ത് വരുന്നു. അത് വീണ്ടും ആ വാട്ടർ എന്ത് ചെയ്യുന്നു, ഇതുവഴി അങ്ങ് കടന്നു പോകുന്നു. നേരെ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ അകത്തോട്ട് കയറി കഴിയുമ്പോഴത്തേക്കിനും ഇവിടെ അതിൻ്റെ അകത്തുനിന്ന് പിന്നെ Cl- SO4 കൂടെ കമ്പൈൻ ചെയ്ത് പിന്നെ ഇവിടെ H+ OH- കൂടെ ബാക്കി വരുന്ന എന്ത് ചെയ്യും, H+ OH കൂടെ കമ്പൈൻ ചെയ്തിട്ട് അവിടെ വാട്ടർ ഫോം ചെയ്ത് മാറി കിട്ടുന്നു അല്ലേ, വേറെ ടാങ്കിൽ. പിന്നെ ഇവിടെ ആസിഡ് റീജനറേഷൻ ആൻഡ് ആൽക്കലി ഫോർ റീജനറേഷൻ ചെയ്തിട്ടില്ലേ, അതായത് നമുക്ക് ഇവിടെ H+ അയോൺസാണ് വന്നേക്കുന്നത്, R- H+, ഇവിടെ R+ OH- വന്നിരിക്കുന്നത്. അതായത് H+ അയോൺസിൻ്റെയും OH- അയോൺസിൻ്റെയും കോൺസെൻട്രേഷൻ എപ്പോഴും ഒരുപോലെ ആയാൽ മാത്രമേ അവിടെ ഈ പ്രോസസ്സ് നടക്കത്തുള്ളൂ. ആ കാറ്റോൺ എക്സ്ചേഞ്ചും ആനോൺ എക്സ്ചേഞ്ചും മെത്തേഡ് നടക്കത്തുള്ളൂ. അപ്പോൾ അതിനെന്ത് ചെയ്യും, ഇതിൻ്റെ അകത്ത് നിന്ന് H+ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ ഒരുപോലെ ആകാൻ വേണ്ടി ഇവിടെ H+ അയോൺസ്, അതായത് ആസിഡിനെ നമ്മൾ ഇതുവഴി അങ്ങ് കടത്തി വിട്ടുകൊണ്ടേ ഇരിക്കുമ്പോഴത്തേനും ഇവിടെ H+ അയോൺസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കും. അതുപോലെ ഇവിടെ NaOH കടത്തി വിടുമ്പോൾ NaOH ഇവിടെ HCl ആണ് കടത്തി വിടുന്നത്. NaOH കടത്തി വിടുമ്പോഴത്തേനും ഇവിടെ എന്തായിരിക്കും, OH- കോൺസെൻട്രേഷൻ ഒരുപോലെ ആയിരിക്കും. പിന്നെ അപ്പോൾ ആ പ്രോസസ്സ് നടക്കാനായിട്ട് ഈസി ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ഡീസാലിനേഷൻ ഓഫ് ബ്രാക്കിഷ് വാട്ടർ അല്ലെങ്കിൽ റിവേഴ്സ് ഓസ്മോസിസ്. നമുക്ക് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ് ഡീസാലിനേഷൻ ഓഫ് ബ്രാക്കിഷ് വാട്ടർ അല്ലെങ്കിൽ റിവേഴ്സ് ഓസ്മോസിസ്. അതായത് ഡീസാലിനേഷൻ ഓഫ് ബ്രാക്കിഷ് വാട്ടർ, ഡീസാലിനേഷൻ എന്ന് പറയുന്നത് സലൈനിറ്റി മാറ്റുക, ഉപ്പ് മാറ്റുക, അതായത് ഉപ്പ് വെള്ളത്തിൽ നിന്ന് ഉപ്പിനെ മാറ്റുക. ബ്രാക്കിഷ് വാട്ടർ എന്ന് പറഞ്ഞാൽ കായൽ വെള്ളവും ശുദ്ധജലവും കൂടെ ഒക്കെ കൂടുന്ന ജലമാണ് ബ്രാക്കിഷ് വാട്ടർ എന്ന് പറയുന്നത്. അത് നമ്മൾ ഏത് പ്രോസസ്സ് വഴിയാണ് മാറ്റുന്നത്, റിവേഴ്സ് ഓസ്മോസിസ് വഴിയാണ് മാറ്റുന്നത്. ഇതിനകത്ത് സിമ്പിൾ സെൻറ്റൻസ് ആണ്. ഫസ്റ്റ് സെൻറ്റൻസ് നോക്കിയേ, ദ പ്രോസസ് ഓഫ് റിമൂവിങ് കോമൺ സോൾട്ട്, അതായത് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് ഉപ്പല്ലേ, ഫ്രം ദ വാട്ടർ ഈസ് നോൺ ആസ് ഡീസാലിനേഷൻ ഓഫ് ബ്രാക്കിഷ് വാട്ടർ, ഡീസാലിനേഷൻ പ്രോസസ്സ്. ഇനി ഡീസാലിനേഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ബൈ ദ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലോട്ട് സൊല്യൂഷനിൽ നിന്ന് സോൾവെൻറ്റിൻ്റെ മാത്രം മൂവ്മെൻറ്റിനെയാണ് നമ്മൾ പറയുന്നത് ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, റിവേഴ്സ് ഓസ്മോസിസ് ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് ദ പ്രഷർ ഗ്രേറ്റർ ദാൻ ദ ഓസ്മോട്ടിക് പ്രഷർ ഈസ് അപ്ലൈഡ് ഓൺ ദ ഹയർ കോൺസെൻട്രേഷൻ സൈഡ് ഓഫ് ദ മെംബ്രെയിൻ. The flow of solvent move from the concentrated side to the diluted side across the membrane. That membrane is made up of cellulose acetate or cellulose nitrate. ഈ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് സൂപ്പർ ഓർ ഹൈപ്പർ ഫിൽട്രേഷൻ. പിന്നെ ഈ പടം നോക്കി പറഞ്ഞു തരുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും. അതായത് ഇവിടെ പിസ്റ്റൺ വെച്ചിരിക്കുന്നു, നന്നായിട്ട് പ്രഷർ കൊടുക്കാൻ വേണ്ടി പിസ്റ്റൺ വെച്ചിരിക്കുന്നു. സീ വാട്ടർ എന്ന് പറയുന്നത് സോൾട്ടും സോൾവെൻറ്റും കൂടെ കൂടിയതാണ്, സൊല്യൂഷനാണ്. ഇതിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും, കോൺസെൻട്രേഷൻ ഹൈ അല്ലേ, കോൺസെൻട്രേഷൻ ഹൈ ആയിട്ടാണ് വരുന്നത്. അതെന്ത് ചെയ്യുന്നു, ഇവിടെ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത് സെല്ലുലോസ് അസറ്റേറ്റ് ഓർ സെല്ലുലോസ് നൈട്രേറ്റ് വെച്ചാണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്തൂടെ പോരുന്നത് സോൾവെൻറ്റ് മാത്രമേ പോകത്തുള്ളൂ. ഈ സെല്ലുലോസ് അസറ്റേറ്റ് വഴി പോകുന്നത് ആര് മാത്രമേ ഉള്ളൂ, സോൾവെൻറ്റ് മാത്രമേ പോകുള്ളൂ. ആ സോൾവെൻറ്റ് എന്ന് പറയുന്നത് ശുദ്ധജലമാണ്. ആ ശുദ്ധജലം ഇതിൻ്റെ അകത്തൂടെ കയറി വന്ന് പ്രഷർ നമ്മളിവിടെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഇതിൻ്റെ അകത്തൂടെ എന്ത് മാത്രമേ പോകുള്ളൂ, സോൾവെൻറ്റ് മാത്രമേ ഉള്ളൂ. അതായത് പ്യുവർ വാട്ടർ ഇതിൻ്റെ അകത്തൂടെ കടന്നുള്ളൂ. ആ പ്യുവർ വാട്ടറെ നമ്മൾ കളക്ട് ചെയ്ത് മാറ്റുന്നു. ഓക്കെ, റിവേഴ്സ് ഓസ്മോസിസ്. ഇനി അടുത്തത് ബ്രേക്ക് പോയിൻ്റ് ഓഫ് ക്ലോറിനേഷൻ. അതുപോലെ തന്നെ നമ്മൾ ആദ്യമേ പഠിച്ചതായിരുന്നു ഡീഅയണൈസേഷൻ പ്രോസസ്സ് അല്ലേ, ഡീമിനറലൈസേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ഡീഅയണൈസേഷൻ പ്രോസസ്സ് അല്ലേ, അതല്ലായിരുന്നു പഠിച്ചത്. അതുപോലെ തന്നെ സെക്കൻഡായിട്ട് ഡീസാലിനേഷൻ ഓഫ് ബ്രാക്കിഷ് വാട്ടർ. ഡീഅയണൈസേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അയൺ എക്സ്ചേഞ്ച് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, ഹാർഡ് വാട്ടറിനെ പെർമനൻറ്റ് ഹാർഡ്നെസ്സിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഡീസാലിനേഷൻ അല്ല ഡീഅയണൈസേഷൻ മെത്തേഡ് അല്ലെങ്കിൽ അയൺ എക്സ്ചേഞ്ച് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇനി ഡീസാലിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഉപ്പ് വെള്ളത്തിൽ നിന്ന് ഉപ്പിനെ മാറ്റുന്ന പ്രോസസ്സിനാണ് നമ്മൾ ഡീസാലിനേഷൻ എന്ന് പറയുന്നത്. അത് ഹാർഡ് വാട്ടർ സോഫ്റ്റ് ആക്കുന്ന മെത്തേഡ് അല്ല, അത് തെറ്റിച്ച് എഴുതി വെക്കരുത് കേട്ടോ. അതുപോലെ എക്സ്പ്ലെയിൻ ദ ബ്രേക്ക് പോയിൻ്റ് ഓഫ് ക്ലോറിനേഷൻ അല്ലെങ്കിൽ ക്ലോറിനേഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ക്ലോറിനേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ,
നമ്മൾ വാട്ടറിൻ്റെ അകത്തോട്ട് ക്ലോറിനെ ആഡ് ചെയ്യുന്നത്. വാട്ടറിൻ്റെ അകത്തോട്ട് ക്ലോറിനെ ആഡ് ചെയ്യുക എന്നുള്ളത്. വാട്ടറിൻ്റെ അകത്തോട്ട് ക്ലോറിനെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്തുണ്ടാവും? ക്ലോറിൻ പ്ലസ് വാട്ടർ. അവിടെ ഉണ്ടാകുന്നത് ഹൈപ്പോക്ലോറസ് ആസിഡ്. ഹൈപ്പോക്ലോറസ് ആസിഡ് HOCl എന്ന് പറയുന്നത് ഹൈപ്പോക്ലോറസ് ആസിഡ് HOCl. ഇനി ഹൈഡ്രോക്ലോറിക് ആസിഡാണ് HCl. അത് നമുക്കറിയാവുന്നതാണ്. ഈ ഹൈപ്പോക്ലോറസ് ആസിഡ്, അതായത് ക്ലോറിൻ വെൻ ആഡഡ് ടു വാട്ടർ ഐദർ ഇൻ ദ ഫോം ഓഫ് ഗ്യാസ് ഓർ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ പ്രൊഡ്യൂസ് HOCl. HOCl എന്ന് പറയുന്ന ഹൈപ്പോക്ലോറസ് ആസിഡ് മൈക്രോ ഓർഗാനിസത്തിനെ കൊല്ലാൻ, അതായത് കില്ല് ചെയ്യാൻ പാകത്തിനുള്ള, നശിപ്പിച്ച് കളയാൻ പാകത്തിനുള്ളതാണ് എന്ത്? ഹൈപ്പോക്ലോറസ് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഈ ക്ലോറിനേഷൻ എന്ന് പറയുന്നത് ഡിസിൻഫെക്ഷൻ മെത്തേഡാണ്. ഡിസിൻഫെക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? മൈക്രോ ഓർഗാനിസത്തിന്, റിമൂവൽ ഓഫ് മൈക്രോ ഓർഗാനിസത്തിനകത്ത് വരുന്നതാണ് ഏത്? ഡിസിൻഫെക്ഷൻ മെത്തേഡ്. ഡിസിൻഫെക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡിസീസ് കോസിങ് ബാക്ടീരിയാസ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം, അതിനെല്ലാം നമ്മൾ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത്. ആ കെമിക്കൽസ്, നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽസിനെ പറയുന്ന പേരാണ് ഡിസിൻഫെക്റ്റൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന മെത്തേഡുകളാണ് ക്ലോറിനേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്ലോറിനേഷനകത്ത് ഞാനിപ്പോൾ ക്വസ്റ്റ്യനായിട്ട് ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. എക്സ്പ്ലെയിൻ ദ ക്ലോറിനേഷൻ ഓഫ് ബ്രേക്ക് പോയിന്റ് ഓഫ് ക്ലോറിനേഷൻ എന്ന് ചോദിച്ചിട്ടുള്ളൂ. അപ്പം ബ്രേക്ക് പോയിന്റ് ഓഫ് ക്ലോറിനേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതണം? ക്ലോറിനേഷൻ, അതായത് വാട്ടറിൻ്റെ അകത്തോട്ട് ക്ലോറിനെ ആഡ് ചെയ്യുമ്പോൾ HOCl ഫോം ചെയ്യുന്നത് എഴുതുക. ഓക്കെ. അത് HOCl എന്ന് പറയുന്ന ബാക്ടീരിയ നശിപ്പിക്കുന്ന രീതിയിലുള്ളതാണ് HOCl എന്ന് എഴുതുക. ഇനി ബ്രേക്ക് പോയിന്റ് ഓഫ് ക്ലോറിനേഷൻ എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഇതിനകത്ത് ഈ ഗ്രാഫ് കാണാതെ പഠിക്കേണ്ടതാണ്. നമ്മൾ ക്ലോറിനെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ക്ലോറിനെ ആഡ് ചെയ്ത് കൊടുക്കുന്ന, പിന്നെ ഇങ്ങോട്ടുള്ളത് റെസിഡ്യൂവൽ ക്ലോറിൻ കൂടുതലായിട്ട് വരുന്നത്. അതായത് ക്ലോറിനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ക്ലോറിൻ ഇവിടെ ആഡ് ചെയ്ത് ഇവിടെ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും അവിടെ എന്താണ്? ക്ലോറിൻ ഡിസ്ട്രോയിഡ് ബൈ റെഡ്യൂസിങ് കോമ്പൗണ്ട്. അത് കഴിയുമ്പോഴത്തേനും അവിടെ പിന്നെ അടുത്തത് അത് കോമ്പൗണ്ട് നശിച്ച് കഴിഞ്ഞ് പിന്നെ അവിടെ ഫോം ചെയ്യുന്നതാണ് ഏത്? ഫോർമേഷൻ ഓഫ് ക്ലോറോ അമീൻസും അതുപോലെ ഓർഗാനിക് കോമ്പൗണ്ട്സും ഒക്കെ അവിടെ പിന്നെ ഫോം ചെയ്യുക തന്നെ ഓരോ പോയിന്റിൽ. നമ്മളിങ്ങനെ ക്ലോറിൻ ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോരോ പോയിന്റുകളിൽ ഓരോന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ആ ക്ലോറോ അമീൻസ് പിന്നെ അടുത്ത ഇതിലെത്തുമ്പോഴത്തേനും അതെന്ത് ചെയ്യും? നശിച്ചു പോകും, ക്ലോറിൻ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ വീണ്ടും ആഡ് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ആ ക്ലോറിൻ്റെ അകത്ത് വാട്ടറിൻ്റെ അകത്ത് നമുക്ക് എന്തുണ്ടാവും? ഒരു ക്ലോറിൻ്റെ മണവും അതുപോലെയുള്ള ടേസ്റ്റ് വ്യത്യാസമൊക്കെ ഉണ്ടാവും. ആ ഒരു ഇതാണ് നമ്മളെന്ത് പറയുന്നത്? ബ്രേക്ക് പോയിന്റ് ഓഫ് ക്ലോറിനേഷൻ എന്ന് പറയുന്നത്. നോക്കിയാൽ പിന്നെ വരുന്ന ആ ബ്രേക്ക് പോയിന്റ് ഓഫ് ക്ലോറിനേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഫ്രീ അവൈലബിൾ റെസിഡ്യൂൽ ഫോംഡ് ക്ലോറോ ഓർഗാനിക് റിമെയിൻ. അതായത് ഫ്രീ അവൈലബിൾ റെസിഡ്യൂൽ ക്ലോറിനായിരിക്കും ഇതിൻ്റെ അകത്ത് ഇവിടെ ഇനി ഫോം ചെയ്യുന്നത് എന്തായിരിക്കും? ക്ലോറിൻ്റെ മണവും അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റും ആയിരിക്കും പിന്നെ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് മുമ്പുള്ള ഈ പോയിൻ്റാണ് എന്തെന്ന് പറയുന്നത്? ബ്രേക്ക് പോയിന്റ് ഓഫ് ക്ലോറിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ബ്രേക്ക് പോയിന്റ് ഓഫ് ക്ലോറിനേഷൻ ഈസ് ദ പോയിന്റ് അറ്റ് വിച്ച് ഇനഫ് ഫ്രീ ക്ലോറിൻ ഈസ് ആഡഡ് ടു ബ്രേക്ക് ദ മോളിക്കുലാർ ബോൺസ്. നശിപ്പിച്ച് കളയാൻ വേണ്ടി അല്ലേ? ബോൺസ് ഇവിടം വരെ എഴുതിയാലും മതി കേട്ടോ. ഇനി അടുത്ത് അപ്പോൾ ഇത്രയും പഠിപ്പിച്ച് ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ക്ലോറോ അമീനാണോ ക്ലോറിൻ നമ്മൾ തന്നെ ആഡ് ചെയ്യുന്നതാണോ അതോ ക്ലോറോ അമീൻ ആഡ് ചെയ്യുന്നതാണോ ഒന്നുകൂടെ നല്ലത് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക്